ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കുഞ്ഞു ബർത്ത്ഡേ വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ സാവിക്ക് 2 വയസ്സ് തികയുമാണ്. അപ്പം ഞങ്ങളെ കുഞ്ഞു ബർത്ത്ഡേ പാർട്ടിയും കേക്കിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ബർത്ത്ഡേ ദിവസത്തിൻ്റെ തലേന്നാണ്. അപ്പോൾ അവനക്ക് വേണ്ടി ഞാനൊരു കേക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇത് ഞാൻ വാനില സ്പോഞ്ചാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. 1 കിലോ കേക്കിനുള്ള മെഷർമെൻറ്റാണ് ഞാനീ പറയുന്നത്. 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അത്യാവശ്യം ഒന്ന് ബീറ്റായിട്ട് വരുമ്പോഴേക്കും 1/4 കപ്പ് പഞ്ചസാര ബാച്ചായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റിബൺ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 ബാച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് കുത്തി ഉടച്ചെടുക്കരുത്, അപ്പം മുട്ട നല്ലപോലെ പതഞ്ഞ് വന്നത് അങ്ങ് താന്നു പോകും. ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ എടുക്കാം. വെളിച്ചെണ്ണയൊന്നും ഒഴിക്കരുത്. ബട്ടറോ സൺഫ്ലവർ ഓയിലോ എടുക്കാവൂ. ഇതിന് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചേക്കുന്ന ഒരു കേക്ക് ടിന്നിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ സെയിം കേക്ക് ടിന്നിൽ ഈ സെയിം മെത്തേഡിലൊരു കേക്ക് മുന്നേ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2 കിലോയുടെ കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിന് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ 2 കിലോയുടെ കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ട്. 6 കപ്പ് കേക്കും ബേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 5 ലെയറായിട്ടാണ് കേക്ക് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അതുകൊണ്ട് ഒരു കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു കേക്ക് 2 ലെയറായിട്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഫിയോണയുടെ ക്രീമാണ് ഞാൻ എപ്പോഴും യൂസ് ആക്കാം. ഇതിനകത്ത് എക്സ്ട്രാ മധുരമൊന്നും ചേർക്കേണ്ട കാര്യമില്ല, കാരണം ഇതിൽ അത്യാവശ്യം മധുരമുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫ് ക്രീമായിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. ഞാൻ ഇതൊരു 1.5യുടെ ബേസ് ആട്ടോ എടുത്തേക്കുന്നത്. ഇതിനകത്തേക്ക് കുറച്ച് ക്രീം തേച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓരോ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് നമുക്കൊരു ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ 3/4 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്ത ഷുഗർ സിറപ്പാണിത്. കേക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. ഞാൻ പൊതുവേ മാക്സിമം ക്രീം കുറച്ചാണ് ചെയ്യാറ്. കുറച്ച് മാത്രമേ ഫില്ല് ചെയ്യാറുള്ളൂ ക്രീം. ഇതിന് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അവിടെ ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഗ്രാൻഡായിട്ടാട്ടോ ആഘോഷിച്ചത്. അതുകൊണ്ട് സെക്കൻഡ് ബർത്ത്ഡേ നമുക്ക് ചെറിയ രീതിയിൽ നടത്തിയാൽ മതിയെന്ന് കരുതി ചെറിയൊരു കേക്ക് കട്ടിങ്ങും മധുരമായിട്ട് പായസം ഉണ്ടാക്കലും ഒക്കെ ഉള്ളായിരുന്നു. ഒരു കുഞ്ഞ് ബർത്ത്ഡേ ആയിരുന്നു എൻ്റെ സാവിയുടേത്. അപ്പോൾ ഇതിന് ഫില്ലിംഗ് ആയിട്ട് ഞാൻ മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും ബദാമുമാണ് കൊടുക്കുന്നത്. മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതല്ല, മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതായത് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടെ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത ലെയറും കൂടെ വെച്ച് കൊടുക്കാം. ഇതും നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. സെയിം മെത്തേഡ് തന്നെ ചെയ്യാം. ക്രീം ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഒഴിച്ച് കൊടുക്കാം, ബദാം വെച്ച് കൊടുക്കാം. ഇതുപോലെ 5 ലെയർ നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫൈനൽ ലെയറാണ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു സ്ക്രാപ്പറും ഉണ്ട്. നന്നായിട്ടൊന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കാം, എക്സ്ട്രാ വന്ന ക്രീമെല്ലാം. ഇനി ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം.
ക്രം കോട്ടൊക്കെ ചെയ്ത് ഇനി നമുക്കൊന്ന് തണുക്കാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോഴേക്ക് മറ്റൊരു ബൗളിൽ നമുക്കൊരു 3/4 കപ്പ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് കപ്പ് കേക്ക് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാനാണ്. ഇതിലേക്ക് ഞാൻ ടൈഗറിൻ്റെ റോസ് മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കളർ ഒഴിച്ചു കൊടുത്താലും മതിയാകും, പക്ഷേ ഇതാകുമ്പോൾ ഒരു ഫ്ലേവറും നല്ലൊരു മണമൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ മിൽക്ക് മിക്സ് എടുത്തത്. ഇത് റോസറ്റ നോസിലാണ്. ഇതിലേക്ക് ഞാൻ ആ ക്രീം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കപ്പ് കേക്ക് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് വെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ചെറിയൊരു ഫ്ലവർ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ പൂക്കളും കൂടി വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാ കപ്പ് കേക്ക്സും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കാം. ക്രം കോട്ട് ചെയ്ത് വെച്ചേക്കുന്ന കേക്ക് നമുക്ക് പുറത്തെടുക്കാം. ഇത് ഞാൻ 2 കളറിലാണ് ചെയ്യുന്നത്. ഒന്ന് റോസും ഒന്ന് വൈറ്റിലുമാണ് ചെയ്യുന്നത്. മാഷ ആൻഡ് ദി ബിയറിൻ്റെ കാർട്ടൂൺ തീമിലാണ് ഞാൻ ഈ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 ക്രീമും തേക്കാം. ആദ്യമേ റോസ് ക്രീമാണ് തേച്ചേക്കുന്നത്, ഇനി വൈറ്റ്. ഇനി ഒരു സ്ക്രാപ്പർ കൊണ്ട് നന്നായിട്ട് നമുക്ക് സ്ക്രാപ്പ് ചെയ്തെടുക്കാം. ഒരുപാട് നീറ്റായിട്ടൊന്നും ഞാൻ ഈ കേക്ക് റെഡിയാക്കി എടുക്കുന്നില്ല, കാരണം ഇതിൻ്റെ മുകളിൽ ഇനി ഒരുപാട് ഡിസൈൻസൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടൊന്ന് മിനിമം ആയിട്ടാണ് ഐസിങ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇത് പച്ച കളർ ക്രീമാട്ടോ. ഇതുകൊണ്ട് ഞാനൊരു എന്താ പറയുക, ഒരു വേലി പോലെയൊക്കെ ചെയ്തെടുക്കുകയാണ്. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ബാക്കി ചെയ്യുന്നതെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിപ്പോയി. സാവി അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര വാശിയായിരുന്നു, ആൾക്ക് ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലായിട്ട് നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ കേക്കിൻ്റെ റെസിപ്പികൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതുപോലെ ഫുൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. ഇതാണ് നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ ടേസ്റ്റി കേക്കും ആയിരുന്നു. ഇതൊരു വേഫർ പ്രിൻ്റ് ആട്ടോ ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. കേക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ കേക്കിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. സാവിയാണെങ്കിൽ രാവിലെ തന്നെ കുളിച്ച് സെറ്റായിട്ടിരിക്കുക കേട്ടോ. പുതിയ ഉടുപ്പും പുതിയ ഷൂസൊക്കെ ഇട്ട്. ആരെയും അറിയിക്കാത്തൊരു ചെറിയ ബർത്ത്ഡേ ആയിരുന്നു ഇത്. എന്നാലും അവന് ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടി കേട്ടോ. എൻ്റെ വീട്ടിലാട്ടോ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കിയത്. ഇവിടെ ഞങ്ങൾ രാവിലെ ഒരു 10-11 മണിയായപ്പോൾ നേരെ ഇക്കടെ വീട്ടിലേക്ക് പോയി. പിന്നെ വൈകുന്നേരമായിരുന്നു കേക്ക് കട്ടിങ് ഒക്കെ. ആരും ഇല്ലായിരുന്നു, ഞങ്ങൾ ഫാമിലിയും പിന്നെ അടുത്ത വീട്ടിലെ കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ ഹാപ്പി ആയിട്ട് കട്ട് ചെയ്തു. സാവിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കേക്ക് കട്ട് ചെയ്യുമ്പോൾ. പിന്നെ അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാറും ടോയ്സൊക്കെ ആട്ടോ. അങ്ങനെ അയ്യൂട്ടി അവന് കാറൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്തു. പിന്നെ വൈകുന്നേരം ഞങ്ങൾക്കൊരു കല്യാണ റിസപ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ ആണെങ്കിൽ ഭയങ്കര മേളമായിരുന്നു, പാട്ടും ഡാൻസൊക്കെ ആയിട്ട്. സാവയ്ക്ക് പിന്നെ പാട്ട് കേട്ട് അപ്പം ഡാൻസ് കളിക്കണം. അങ്ങനെ പിന്നെ അവൻ്റെ ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തു, പിന്നെ കുറച്ചൊക്കെ നോക്കി നിന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ അവൻ്റെ ബർത്ത്ഡേ അവൻ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഞങ്ങളെ കുഞ്ഞ് ബർത്ത്ഡേ വ്ളോഗ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.